Good afternoon. Good afternoon. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon. Good afternoon, ma'am. So നമ്മൾ 2 ചാപ്റ്റർ ഓൾറെഡി കഴിഞ്ഞു. ഒന്ന് ഹെൽത്ത് കെയർ സിസ്റ്റംസ് ഇൻ ഇന്ത്യ, പിന്നെ ഒന്ന് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റല്. 2 ചാപ്റ്റർ നന്നായിട്ട് വായിച്ചോ, പഠിച്ചോ? അത് ചോദിക്കട്ടെ ആദ്യം. വായിച്ചു നോക്കിയായിരുന്നോ? ബുദ്ധിമുട്ടുണ്ടോ? വായിച്ചായിരുന്നോ? ടഫ് ഒന്നും അല്ലല്ലോ, മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? അതറിഞ്ഞാ മതി. വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഞാൻ ക്വസ്റ്റ്യൻസ് ക്ലാസ് തീരാറാകുമ്പോ അതിന് ചോദിക്കാം കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് ആൻസർ ചെയ്താൽ മതി. നമ്മള് പുതിയൊരു ചാപ്റ്റർ എടുക്കാണ്. ചാപ്റ്ററിന്റെ പേര് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. എല്ലാ ഹോസ്പിറ്റലുകളിലും ഉള്ളതാണ് അല്ലെ. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന സെപ്പറേറ്റ് ഒരു ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഏതൊരു ഹോസ്പിറ്റലിൽ ചെന്നാലായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്റർ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ ആദ്യം നിങ്ങൾ ഒരു 5 മിനിറ്റ് എടുത്തൊന്ന് റീഡ് ചെയ്യുക. റീഡ് ചെയ്ത ശേഷം ഒന്ന് തമ്പ് ചെയ്യുക. ഞാൻ അതിനുശേഷം എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, അതൊന്ന് റീഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഒരു കാര്യമുണ്ട്, എന്താ പറയാ, ഇതിനകത്ത് ചില ടേംസ് ഒക്കെ കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ചില ടേംസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ. Okay, madam. വായിച്ചതിന് ശേഷം ഒന്ന് തമ്പ് ചെയ്യണം കേട്ടോ. ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? ഓക്കെ. അപ്പോ ആദ്യം തന്നെ ഇവിടെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ ഞാൻ വായിക്കാം, ദെൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. The Accident and Emergency Department, A&E, assesses and treats people with the major trauma, serious injuries, and illness, and those in need of emergency treatment. It is open 24 hours a day. In emergencies, patient with the loss of consciousness, confusion, persistent severe chest or abdominal pain, a stroke, breathing difficulties are also treated. ഓക്കെ, അതായത് എന്താ ഇവിടെ പറയുന്നേ? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാല്
വലിയ രീതിയിലുള്ള അപകടങ്ങൾ സംഭവിച്ചിട്ടുള്ളവര്. വലിയ രീതിയിലുള്ള അപകടങ്ങൾ എന്ന് പറഞ്ഞാല് ഇതിനകത്ത് പറയുന്നത് മേജർ ട്രോമ. മേജർ ട്രോമ എന്ന് പറഞ്ഞാല് വലിയ രീതിയിലുള്ള ആഘാതം, അതുപോലെ തന്നെ സീരിയസ് ഇഞ്ചുറീസ്, വലിയ രീതിയിലുള്ള പരിക്കുകള്, അതുപോലെ ഇൽനെസ്, ഗുരുതരമായിട്ടുള്ള രോഗങ്ങളുള്ളവര്, ഇവരെയൊക്കെ ചികിത്സിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഏരിയയാണ് എന്ത്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ചോദ്യം വരാൻ വേണമെങ്കിൽ അല്ലെ, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഏതൊക്കെ ആളുകളെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? മേജർ ട്രോമ, സീരിയസ് ഇഞ്ചുറീസ് ആൻഡ് ഇൽനെസ്. ഓക്കെ, ഇത്തരം രോഗികളെ കൊണ്ടുവരുന്നത് എവിടേക്കാണ്? ആശുപത്രിയിലെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. ഓക്കെ, അതുപോലെ തന്നെ 24 hours ഇത് ഓപ്പൺ ആയിരിക്കും. ഒരു നേരം പോലും അവിടെ ആൾക്കാരുണ്ടാവും, അതായത് സ്റ്റാഫുകൾ ഏത് സമയം അവിടെ വർക്കിംഗ് ആയിരിക്കുള്ളൂ. ഒരു നേരം പോലും അവിടെ അത് എന്താ പറയാ ഒഴിവുണ്ടായിരിക്കില്ല. ഒരു സ്റ്റാഫ് പോകുമ്പോൾ മറ്റൊരു സ്റ്റാഫ് കയറാനായിട്ട് അവിടെ ഉണ്ടായിരിക്കും. അപ്പോ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആശുപത്രിയിലെ ഒരു വിഭാഗമാണത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു മേജർ ട്രോമയുള്ള ആളുകള്, അതുപോലെ സീരിയസ് ആയിട്ട് ഇഞ്ചുറീസ് ഉള്ളവര്, ഇൽനെസ് ഉള്ളവര് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. അത് കൂടാതെ മറ്റ് ചില പേഷ്യൻസിനും ഇവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. അത് ഏതൊക്കെ പേഷ്യൻസിനാണ്? അതായത് ലോസ് ഓഫ് കോൺഷ്യസ്നെസ്, ബോധം നഷ്ടപ്പെട്ടിട്ടുള്ളവര്. ചിലപ്പോ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ ചിലപ്പോ എന്ത് ചെയ്യാം, നമുക്ക് പെട്ടെന്ന് ബോധക്ഷയം വരാം അല്ലെ. അപ്പൊ പെട്ടെന്ന് ബോധക്ഷയം വന്നിട്ടുള്ള ആളുകളെ കൊണ്ടുവരുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്? ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. ദെൻ കൺഫ്യൂഷൻസ്, അതായത് ആശയക്കുഴപ്പങ്ങളുള്ളവര്. നമുക്കറിയാം ചില പേഷ്യൻസ് എന്ത് ചെയ്യാറുണ്ട്, അന്യോന്യം പരസ്പര ബന്ധമില്ലാതെയൊക്കെ സംസാരിക്കാറുണ്ട് അല്ലെ. ചില സാഹചര്യങ്ങളിൽ ആളുകളെ തിരിച്ചറിയാൻ പോലും അവർക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള പേഷ്യൻസിനെയും എവിടെ കൊണ്ടുവരാം? ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരാം. ദെൻ അതുപോലെ തന്നെ പെർസിസ്റ്റന്റ് സിവിയർ ചെസ്റ്റ് ഓർ അബ്ഡോമിനൽ പെയിൻ, അതായത് ഇടയ്ക്കിടയ്ക്ക് നെഞ്ചുവേദന അല്ലെങ്കിൽ വയറുവേദന അനുഭവപ്പെടുന്ന രോഗികളെയും എവിടെ കൊണ്ടുവരാം? ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരാം. അതുപോലെ തന്നെ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളോട് കൂടിയിട്ടുള്ള ആളുകളെ എവിടേക്ക് കൊണ്ടുവരാം? ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരാം. ദെൻ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ്, ശ്വാസം എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകളെയും എവിടേക്ക് കൊണ്ടുവരാം? ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരാം. അപ്പോ ഇപ്പൊ നമ്മൾ പല അധികം കാര്യങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങൾ പഠിച്ചു. ഈ ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന രോഗങ്ങൾ എന്തൊക്കെ അവസ്ഥകളിലൂടെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ അവസ്ഥകൾ നേരിടുന്നവരെയാണ് ഇവിടേക്ക് കൊണ്ടുവരിക എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. എന്തൊക്കെയാണ്? മേജർ ട്രോമ, സീരിയസ് ഇഞ്ചുറീസ്, ഇൽനെസ് ആൻഡ് ലോസ് ഓഫ് കോൺഷ്യസ്നെസ്, കൺഫ്യൂഷൻ, പെർസിസ്റ്റന്റ് സിവിയർ ചെസ്റ്റ് ഓർ അബ്ഡോമിനൽ പെയിൻ, സ്ട്രോക്ക് ആൻഡ് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? അതാണ് ആ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഹാസ് ആൾട്ടർനേറ്റീവ് നെയിംസ്, ഇതിന് പല പേരുകളും ഉണ്ട്. അതായത് ഈ ഒരു ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അറിയപ്പെടുന്ന പേരുകളുണ്ട്. ഒന്ന് കാഷ്വാലിറ്റി എന്നാണ്. ചില ഹോസ്പിറ്റലുകളിൽ ഇത് കാഷ്വാലിറ്റി എന്ന് അറിയപ്പെടുക. ഫോർ എക്സാമ്പിൾ ഗവൺമെന്റ് ഹോസ്പിറ്റൽ, ജില്ലാ ആശുപത്രികളിലൊക്കെ ഇത് അറിയപ്പെടുന്ന പേര് കാഷ്വാലിറ്റി എന്നാണ്. അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള താലൂക്ക് ഹോസ്പിറ്റലൊക്കെ ഇത് അറിയപ്പെടുന്ന പേര് കാഷ്വാലിറ്റി എന്നാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു പേരാണത് കാഷ്വാലിറ്റി എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അഥവാ ED എന്ന് പറയും. ഇനി വലിയ വലിയ ഹോസ്പിറ്റലുകളൊക്കെ ആണെങ്കിൽ ഇതിനെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് വിളിക്കും. അതുപോലെ തന്നെ എമർജൻസി റൂം എന്നും വിളിക്കും. അപ്പൊ സാധാരണ ചെറിയ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മീഡിയം സൈസ്ഡ് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലൊക്കെയാണ് ഇതിനെ എന്തറിയപ്പെടുന്നത്? കാഷ്വാലിറ്റി എന്നറിയപ്പെടുന്നത്. വലിയ വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ ഇതിനറിയപ്പെടുന്ന പേരുകൾ എന്ന് പറഞ്ഞാൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്നും അതുപോലെ എമർജൻസി റൂം എന്നാണ് ഇത് അറിയപ്പെടുക. അപ്പൊ ഇതിന് 3 പേരുകളുണ്ട്. ഫസ്റ്റ് വൺ ഈസ് കാഷ്വാലിറ്റി, ദെൻ സെക്കൻഡ് വൺ ഈസ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഫൈനൽ വൺ ഈസ് എമർജൻസി റൂം. ഓക്കെ, ദെൻ അടുത്തൊരു പോയിന്റ്, അടുത്തൊരു ഹെഡിങ് അവിടെ കൊടുത്തിരിക്കുന്നത് ലൊക്കേഷൻ ഓഫ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്നാണ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എവിടെയാണ് അതിന്റെ ലൊക്കേഷൻ വരിക? എവിടെയാണ് അത് സ്ഥിതി ചെയ്യുന്നത്? ആശുപത്രിയില് ഏത് ഏരിയയിലായിട്ടാണ് അതിന്റെ ലൊക്കേഷൻ വരിക എന്നുള്ളതാണ് ഇനി താഴെ പറയുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ, അതായത് എപ്പോഴും താഴത്തെ നിലയിലായിരിക്കും എമർജൻസി ഡിപ്പാർട്ട്മെന്റ്
സ്ഥിതി ചെയ്യുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും. എന്തുകൊണ്ടാണ് ഗ്രൗണ്ട് ഫ്ലോറിലാകാനായിട്ട് കാരണം? എന്തുകൊണ്ടായിരിക്കും അത്? അതായത് ഒരിക്കലും എന്ത് ചെയ്യില്ല, എമർജൻസി ആയിട്ട് കൊണ്ടുവരുന്ന പേഷ്യൻസിനെ ഒരിക്കലും മുകളിലോട്ട് കൊണ്ടുപോകാനായിട്ട് പ്രിഫർ ചെയ്യില്ല അല്ലെ, മുകളിലത്തെ നിലയിലോട്ടോ. അല്ലെങ്കിൽ അത് കാരണം അടിയന്തരമായിട്ട് എന്ത് ചെയ്യണം, അവർക്ക് ട്രീറ്റ്മെന്റ് കിട്ടണം, എമർജൻസി ട്രീറ്റ്മെന്റ് അവർക്ക് കിട്ടണം. അപ്പൊ ടൈം അവിടെ ഒട്ടും കളയാനില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും അടുത്ത്, അതായത് ആദ്യം കാണുന്ന ഏരിയ ഏതാണോ അവിടെ ആയിരിക്കും എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവുക. ഒരിക്കലും മുകളിലത്തെ നിലയിൽ കൊണ്ടുപോയിട്ട് എന്ത് വെക്കില്ല, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വെക്കില്ല. അത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. ദെൻ രണ്ടാമത്തേത് സെപ്പറേറ്റ് എൻട്രൻസ് ഓർ എമർജൻസി എൻട്രൻസ് എവേ ഫ്രം മെയിൻ എൻട്രൻസ്. അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് ഉണ്ടായിരിക്കണം. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നേ? അതായത് ആശുപത്രിക്ക് പ്രധാനമായിട്ടും ഒരു മെയിൻ എൻട്രൻസ് ഉണ്ടാകും, ഒരു എമർജൻസി എൻട്രൻസ് ഉണ്ടാകും. മെയിൻ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ആളുകൾ വരുന്ന ഒരു ഏരിയ ആണ് അല്ലെ, അതായത് ആളുകൾ പുറത്തേക്ക് പോകുന്നതും അകത്തേക്ക് വരുന്നതും ഒക്കെ മെയിൻ എൻട്രൻസിൽ കൂടിയാണ്. ഓക്കെ. അപ്പൊ അവിടെ ഭയങ്കര തിരക്കായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ എമർജൻസി നമുക്കറിയാം, എമർജൻസി ട്രീറ്റ്മെന്റ് ആവശ്യമുള്ളവരെയാണ് അവിടെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരെ അവിടെ എത്തിക്കണം. അതിനു വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു എൻട്രൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. അപ്പൊ മെയിൻ എൻട്രൻസിൽ നിന്ന് മാറി സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് എവിടെ ഉണ്ടായിരിക്കണം? എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് ഉണ്ടായിരിക്കണം. ഓക്കെ. മൂന്നാമത്തെ സെന്റൻസ് പറയുന്നത് ആംബുലൻസ് പാർക്കിംഗ് ഏരിയ ഷുഡ് ബി അവൈലബിൾ. എമർജൻസി ട്രീറ്റ്മെന്റിന് കൊണ്ടുവരുന്ന രോഗികൾ എന്ന് പറഞ്ഞാൽ അവർ നടന്നായിരിക്കില്ല വരുന്നത്, അല്ലെങ്കിൽ അവരുടെ വാഹനങ്ങളിലൊന്നും ആയിരിക്കില്ല വരുന്നത്, അവര് ആംബുലൻസുകളിലായിരിക്കും വരിക അല്ലെ. അപ്പൊ ആംബുലൻസിൽ വരുമ്പോൾ ആംബുലൻസ് പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം എവിടെ ഉണ്ടായിരിക്കണം? എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കണം. ഓക്കെ. നാലാമത്തെ പോയിന്റ് വെൽ മാർക്കഡ് പ്രോപ്പർ ലൈറ്റിംഗ് ആൻഡ് സൈൻസ്. അതായത് സൈൻ ബോർഡുകൾ ഉണ്ടായിരിക്കണം, അത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ ലൈറ്റിംഗ് സംവിധാനവും ഉണ്ടായിരിക്കണം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിലായിട്ട് ഏത് കളർ വെച്ചിട്ടാണ് ലൈറ്റിംഗ് ഒരുക്കിയിരിക്കുന്നത്? ഏത് കളറാണ്? റെഡ് അല്ലേ? ആ, റെഡ് കളർ വെച്ചിട്ടാണ് എന്ത് കൊടുത്തിരിക്കുക? ലൈറ്റിംഗ് കൊടുത്തിരിക്കുക അവിടെ. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് എവിടെ നിന്ന് വേണമെങ്കിലും ഈസിലി ആക്സസിബിൾ ഫ്രം ഔട്ട്സൈഡ്, അതാണ് റെഡ് കളറിന്റെ പ്രത്യേകത. എവിടെ നിന്ന് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാവുന്ന കളറാണ് എന്ത്? റെഡ് കളർ എന്ന് പറയുന്നത്. അപ്പൊ ഏതൊരു ആശുപത്രിയിൽ നമ്മൾ ചെന്ന് നോക്കി കഴിഞ്ഞാലും കാഷ്വാലിറ്റി എന്നോ അല്ലെങ്കിൽ ED എന്നോ ER എന്നോ ലൈറ്റിംഗ് ചെയ്തിരിക്കുന്നത് റെഡ് കളർ കൊണ്ടായിരിക്കും. എന്തുകൊണ്ടാണത്? ഈസിലി ആക്സസിബിൾ ഫ്രം ഔട്ട്സൈഡ് അല്ലെ. ഇപ്പൊ നമ്മള് ഏതൊരു ഇതിനായാലും നമ്മള് എന്താ പറയുക, ട്രെയിൻ ട്രാൻസ്പോർട്ടിന് റെഡ് കളർ ഉപയോഗിക്കുന്നില്ല. എന്തിനു വേണ്ടിയിട്ടാണ് ട്രെയിൻ ട്രാൻസ്പോർട്ട് വരുമ്പോൾ റെഡ് കളർ ഉപയോഗിക്കുന്നത്? ഡേഞ്ചർ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ അല്ലെ. ആ റെഡ് കളർ, റെഡ് ഫ്ലാഗ് നമ്മൾ എന്താണ് കാണിക്കുമ്പോൾ ട്രെയിൻ ഓൾറെഡി അവിടെ സ്റ്റോപ്പ് ആവും അല്ലെ. ലോക്കോ പൈലറ്റ് അവിടെ നിർത്തുന്നതായിരിക്കും. കാരണം എത്ര ദൂരത്ത് നിന്ന് വേണമെങ്കിലും റെഡ് കളറിനെ ആക്സസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. ഓക്കെ. അതുകൊണ്ട് തന്നെ ഇവിടെയും എമർജൻസി ഡിപ്പാർട്ട്മെന്റിലും റെഡ് കളർ വെച്ചിട്ടാണ് ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്, സൈനും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ പ്രോപ്പർ സൈൻ, അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഇവിടെയാണെന്നുള്ള പ്രോപ്പർ സൈനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. നമ്മൾ ആരോ മാർക്ക് കാണില്ലേ, ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെന്റും ഇവിടെയാണ് എന്നുള്ള ഒരു ആരോ മാർക്ക് കണ്ടിട്ടുണ്ടോ നിങ്ങള്? അതിനെയാണ് സൈൻ ബോർഡുകൾ എന്ന് പറയുന്നത് കേട്ടോ. കണ്ടിട്ടുണ്ടോ? സൈൻ ബോർഡ്സ് കണ്ടിട്ടുണ്ടോ? ഓക്കെ. അപ്പൊ ഇതൊക്കെ എവിടെ ഉണ്ടായിരിക്കണം? എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഓക്കെ. ദെൻ അടുത്ത പോയിന്റ് ഈസിലി വിസിബിൾ ആൻഡ് ആക്സസിബിൾ ഫ്രം ദ സ്ട്രീറ്റ്സ്. സ്ട്രീറ്റിൽ നിന്ന് നോക്കിയാൽ, അതായത് റോഡിൽ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കണം എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധ ചെയ്യേണ്ടത്. ഒരു ആംബുലൻസിന്, അതായത് ഒരു ആംബുലൻസ് വരികയാണ്, അതായത് ഹോസ്പിറ്റലിന് തൊട്ടടുത്തുള്ള റോഡിൽ കൂടെ ഒരു ആംബുലൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ആംബുലൻസിൽ ഇരിക്കുന്ന ഡ്രൈവർക്ക് ആ ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എവിടെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ, ഇപ്പൊ റെഡ് കളർ ഉപയോഗിക്കാം,
പ്രോപ്പർ ആയിട്ടുള്ള ലൈറ്റിംഗ് ഉപയോഗിക്കാം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് റോഡിൽ നിന്ന് വരുന്ന ഒരാൾക്ക്, വണ്ടിയുമായിട്ട് വരുന്ന ഒരാൾക്ക് ആ ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കണം. സോ ദാറ്റ് ഈസ് easily visible and accessible from the streets. The next point, close to medical records department, elevators, radiology, laboratory, reduced operational cost and critical time. ഇവിടെ പറയുന്നുണ്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്തായിട്ടായിരിക്കണം സ്ഥിതി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എലവേറ്റേഴ്സിന്റെ അടുത്തായിട്ടായിരിക്കണം, അല്ലെങ്കിൽ റേഡിയോളജി ലബോറട്ടറി ഡിപ്പാർട്ട്മെന്റുകളുടെ അടുത്തായിട്ടായിരിക്കണം സ്ഥിതി ചെയ്യേണ്ടതെന്ന് പറയുന്നു. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ പറയുന്നത്? ഒരു രോഗി എമർജൻസി ആയിട്ട് വന്നു കഴിഞ്ഞാല് നമ്മൾക്ക് എമർജൻസി പേഷ്യന്റ് ആണെങ്കിൽ ആദ്യം തന്നെ എങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല, നമ്മൾ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകണ്ട. കാരണം ആളുടെ രജിസ്റ്ററും കാര്യങ്ങളും അല്ലെങ്കിൽ ആളുടെ രജിസ്ട്രേഷൻ ഒന്നും നമ്മൾ അവിടെ എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വരുന്നത്. അവിടെ വന്നു കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ മെഡിക്കൽ ഫയല് എത്രയും പെട്ടെന്ന് എടുക്കുന്നതിന് വേണ്ടിയിട്ട് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിന്റെ സഹായം ആവശ്യമാണ്. അപ്പോ ആ മെഡിക്കൽ റെക്കോർഡ് എടുക്കാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് അത് എടുത്താൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ, കാരണം അദ്ദേഹം അറിയില്ല അദ്ദേഹം അവിടെ ഓൾറെഡി ചികിത്സയിലുള്ള വ്യക്തിയാണോ അല്ലെങ്കിൽ പുതുതായിട്ട് വന്ന പേഷ്യൻസ് ആണോ ഒന്നും അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്തായിട്ടായിരിക്കണം ഈ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എലവേറ്റേഴ്സ് അല്ലെ, നമുക്ക് എലവേറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പൊ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഒരാളെ കൊണ്ടുവന്നപ്പോൾ ആൾക്ക് പെട്ടെന്ന് തന്നെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യം വരികയാണ്, അല്ലെങ്കിൽ അവിടെയുള്ള ഡോക്ടേഴ്സിന്റെ ആവശ്യം വരികയാണ്. അപ്പൊ ഇദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ മുകളിലത്തെ നിലയിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോയിട്ട് വരുമ്പോൾ എലവേറ്റേഴ്സ് യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ അതും ഇതിനടുത്തായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ റേഡിയോളജി ലബോറട്ടറി ഡിപ്പാർട്ട്മെന്റുകളും ഇതിനടുത്തായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഒരാൾ പെട്ടെന്ന് ബോധം കെട്ട് വീഴുകയാണ്, നേരത്തെ പറഞ്ഞല്ലോ ഞാൻ, ലോസ് ഓഫ് കോൺഷ്യസ്നെസ്, അതുമായിട്ട് ഒരാൾ വരികയാണ്. അപ്പൊ അയാൾ സ്ട്രോക്കിന്റേതായിട്ടുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ സ്ട്രോക്ക് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ MRI എടുക്കണം. MRI എടുത്താൽ മാത്രമാണ് നമുക്ക് എന്ത് അറിയാൻ സാധിക്കുക, അയാൾക്ക് സ്ട്രോക്ക് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോ MRI എടുക്കുന്നതിന് വേണ്ടിയിട്ട് എങ്ങോട്ട് കൊണ്ടുപോകണം അദ്ദേഹത്തെ? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകണ്ടേ? അടിയന്തര പരിചരണത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ആ ഒരു കാര്യം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് റേഡിയോളജിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ് തൊട്ടടുത്തായിരിക്കണം. ഇതൊക്കെ കൊണ്ടുപോയി മുകളിലത്തെ നിലയിൽ വെക്കാനായിട്ട് പാടുള്ളതല്ല. അതുപോലെ തന്നെ ലബോറട്ടറി, പെട്ടെന്ന് ഒരാൾക്ക് ബ്ലഡ് ആവശ്യമായിട്ട് വരികയാണ്. ഓക്കെ, കുറെ അധികം ബ്ലഡ് അദ്ദേഹത്തിന്റെ പോയി, ആക്സിഡന്റ് നഷ്ടപ്പെട്ടു, ബ്ലഡ് ഇമ്മീഡിയറ്റ് ആയിട്ട് വേണം. അപ്പൊ അദ്ദേഹത്തിന്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്താണെന്ന് തിരിച്ചറിയണം. അതിനു വേണ്ടിയിട്ട് എന്തെടുത്തായിരിക്കണം? ലബോറട്ടറി അടുത്ത് തന്നെ സ്ഥിതി ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ലൊക്കേഷൻ ഓഫ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, പറഞ്ഞതിൽ ഒരു ഡൗട്ടും ഇല്ലല്ലോ നിങ്ങക്ക്? then അടുത്തത് ഡിസൈൻ ആണ് കേട്ടോ. ഡിസൈനിൽ വരുന്ന എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. Entrance to the emergency department should be sheltered to protect ambulance patients from the weather while unloading. ഇവിടെ പറയുന്നത് പേഷ്യൻസിനെ നമ്മൾ അൺലോഡ് ചെയ്യുമല്ലോ, അൺലോഡ് ചെയ്യുമ്പോൾ ആംബുലൻസ് രോഗികളെ കാലാവസ്ഥയിൽ നിന്ന്, ക്ലൈമറ്റിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അത്യാഹിത വിഭാഗങ്ങളിലേക്കുള്ള അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള എൻട്രൻസ് സുരക്ഷിതമാക്കണം. പ്രോപ്പർ ഷെൽട്ടറിങ് ഉണ്ടായിരിക്കണം. അതായത് മഴ പെയ്യും ചിലപ്പോൾ, അല്ലെങ്കിൽ ഭയങ്കര വെയിലായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര മഞ്ഞായിരിക്കും. അതിൽ നിന്നൊക്കെ ഈ ആംബുലൻസ് രോഗികളെ അൺലോഡ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഷെൽട്ടറിങ് സംവിധാനം ആംബുലൻസ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കണം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. Then രണ്ടാമത്തെ പോയിന്റ്, adequate reserved parking space for ambulance or cars of patients. അതായത് ചില രോഗികൾ ആംബുലൻസിൽ വരാം,
എമർജൻസി ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ടുള്ള രോഗികൾ ചിലപ്പോൾ ആംബുലൻസിലായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ അവരുടെ തന്നെ വാഹനങ്ങൾ ഉപയോഗിക്കാം, അല്ലെ അവരുടെ തന്നെ വെഹിക്കിൾസ് ഉപയോഗിക്കാം, കാറുകൾ ഉപയോഗിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. അപ്പൊ അത് പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് അടുത്തായിട്ട് ഉണ്ടായിരിക്കണം. മാത്രമല്ല അതിന്റെ ഡിസൈൻ എങ്ങനെയായിരിക്കണം, പാർക്കിംഗ് സ്പേസിനുള്ള കാര്യങ്ങളും അവിടെ ചെയ്തിരിക്കണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, adequate space for accommodating structures. സ്ട്രെച്ചേഴ്സ് കൊണ്ടുപോകാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. നമുക്കറിയാം ഒരിക്കലും എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള പേഷ്യൻസ് ഭൂരിഭാഗവും വരുന്നത് സ്ട്രെച്ചേഴ്സിലോ അല്ലെങ്കിൽ വീൽ ചെയറിലോ ആയിരിക്കാം. വളരെ ചുരുക്കം പേര് മാത്രമാണ് നടന്നിട്ടൊക്കെ പോവുക, അല്ലെ? അവശ്യരായിട്ടുള്ള ആളുകളാണ് കൂടുതലും വരുന്നത്. അവർക്ക് പരസഹായം ഇല്ലാതെ നടക്കാനോ അല്ലെങ്കിൽ നിൽക്കാനോ ഒന്നും സാധിക്കില്ല. അപ്പൊ അവരെ സ്ട്രെച്ചേഴ്സിലോ അല്ലെങ്കിൽ വീൽ ചെയറിലോ ആയിരിക്കും കൊണ്ടുപോവുക. അപ്പൊ സ്ട്രെച്ചേഴ്സ് കൊണ്ടുപോകാനുള്ള സൗകര്യം എവിടെ ഉണ്ടായിരിക്കണം? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഒരുക്കിയിരിക്കണം എന്നാണ് പറയുന്നത്. ദെൻ നാലാമത്തെ പോയിന്റ്, റാംസ് ഫോർ വീൽ ചെയേഴ്സ് ആൻഡ് പെഡസ്ട്രിയൻ ആക്സസ് ഇൻ കേസ് ഓഫ് റേസ്ഡ് പ്ലാറ്റ്ഫോം. അതായത് റാമ്പുകൾ, നിങ്ങൾക്കറിയാം വീൽ ചെയറൊക്കെ കൊണ്ടുപോകാനായിട്ട് പ്രത്യേക റാമ്പുകൾ ഉണ്ട്. നിങ്ങൾക്കറിയാം അതായത് റേസ്ഡ് പ്ലാറ്റ്ഫോം ആണ്. കുത്തനെയുള്ള പ്ലാറ്റ്ഫോം കണ്ടിട്ടില്ലേ നിങ്ങള്? കുത്തനെയുള്ള പാത കണ്ടിട്ടില്ലേ ആശുപത്രികളില്? വീൽ ചെയറിന് പോകാനുള്ള കുത്തനെയുള്ള പാത കണ്ടിട്ടില്ലേ? അപ്പൊ അങ്ങനെയുള്ള അറേഞ്ച്മെന്റ്സ് എവിടെ ഉണ്ടായിരിക്കണം? റേസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമില് റാംസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിരിക്കണം? അറേഞ്ച് ചെയ്തിരിക്കണം എന്ന് കൂടി ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? അത് ഞാനൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, ലൊക്കേഷൻ ഓഫ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു, ഡിസൈൻ പറഞ്ഞു. ഇനി അടുത്തത് മേജർ സ്പേസ് ഡിറ്റർമിനൻസ് ഫോർ പ്ലാനിങ്, അതായത് ഫങ്ഷണൽ ഏരിയാസ്. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ചില ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസിനെ കുറിച്ചിട്ടാണ് ഇനി ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ, ആംബുലൻസ് ആൻഡ് ആംബുലേറ്ററി എൻട്രൻസ് ആണ്. എന്താണ് ഇവിടെ പറയുന്നത്? എമർജൻസി സിറ്റുവേഷനിൽ രോഗികളെ കൊണ്ടുപോകുന്നതിനായി ആംബുലൻസുകൾക്കായി പ്രത്യേകമായിട്ട് ഒരു എൻട്രൻസ് പോയിന്റ് ഉണ്ടാകും. അപ്പൊ ആംബുലൻസിൽ രോഗികളെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ആംബുലൻസുകൾക്കായിട്ട് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരു എൻട്രൻസ് പോയിന്റ് ഉണ്ടാകും. അതിനെയാണ് ആംബുലൻസ് എൻട്രൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ ഇവിടെ ഒരുമിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഒന്ന് ആംബുലൻസ് ആൻഡ് ആംബുലേറ്ററി എൻട്രൻസ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ആംബുലൻസ് എൻട്രൻസ് ആണ് ഞാനിപ്പോ പറഞ്ഞത് കേട്ടോ. ഒന്നും കൂടി വ്യക്തമായിട്ട് പറയാം. എമർജൻസി സിറ്റുവേഷനിൽ രോഗികളെ കൊണ്ടുപോകുന്നതിനായി ആംബുലൻസുകൾക്കായി പ്രത്യേകമായി ഒരു എൻട്രൻസ് പോയിന്റ് ഉണ്ടാകും. ദാറ്റ് ഈസ് ആംബുലൻസ് എൻട്രൻസ്. ഓക്കെ, ക്ലിയർ ആണോ? ഒന്നുകൂടി പറയണോ? ഒന്നുകൂടി പറയണം. എമർജൻസി സിറ്റുവേഷനിൽ രോഗികളെ കൊണ്ടുപോകുന്നതിനായി ആംബുലൻസുകൾക്കായി പ്രത്യേകമായ ഒരു എൻട്രൻസ് പോയിന്റ്. അതാണ് ആംബുലൻസ് എൻട്രൻസ്. ഓക്കെ, ഇനി എന്താണ് ആംബുലേറ്ററി എൻട്രൻസ് എന്ന് നോക്കാം നമുക്ക് കേട്ടോ. എന്താണ്, വാട്ട് ഈസ് മീൻ ബൈ ആംബുലേറ്ററി എൻട്രൻസ്? എമർജൻസി സിറ്റുവേഷനിൽ അല്ലാത്ത രോഗികൾക്ക് ഉപയോഗിക്കുന്ന എൻട്രൻസ് പോയിന്റ്. അതായത് ആംബുലൻസുകളിൽ വരുന്ന രോഗികളാണ് എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസ്, അല്ലെ? ഇനി എമർജൻസി അല്ലാത്ത ചില പേഷ്യൻസ് ഉണ്ട്, നടന്നു പോകാനൊക്കെ പറ്റുന്ന ചില പേഷ്യൻസ് ഈ ഡിപ്പാർട്ട്മെന്റിൽ വന്നേക്കാം. അപ്പൊ അവർക്ക് എമർജൻസി സിറ്റുവേഷനിൽ അല്ലാത്ത രോഗികൾക്ക് ഉപയോഗിക്കുന്ന എൻട്രൻസ് പോയിന്റ് ആണ് എന്ത്? ആംബുലേറ്ററി എൻട്രൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റിസപ്ഷൻ ഉണ്ട്, ട്രയാജ് ഉണ്ട്, വെയിറ്റിംഗ് ഏരിയാസ് ഉണ്ട്. റിസപ്ഷൻ ഉണ്ടാവും, എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ റിസപ്ഷൻ ഉണ്ടാവും, അല്ലെ? അതായത് അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട്
റിസപ്ഷൻ വിഭാഗം ഉണ്ടാവും. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന രോഗികളുടെ ഫയലൊക്കെ റിട്രീവ് ചെയ്യുന്നത് റിസപ്ഷനിൽ വെച്ചിട്ടാണ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പ്രത്യേകമായിട്ടുള്ള ഒരു റിസപ്ഷൻ ഉണ്ടാകും. ദെൻ ട്രയേജ്. ട്രയേജ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. താഴേക്ക് ട്രയേജ് വരുന്നുണ്ട്, അപ്പൊ നോട്ട് ചെയ്യാം കേട്ടോ. ദെൻ വെയിറ്റിംഗ് ഏരിയാസ്. ആളുകൾ വെയിറ്റ് ചെയ്യുന്ന സ്പേസ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകും. അതിനെയാണ് വെയിറ്റിംഗ് ഏരിയാസ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ അടുത്തത് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ. അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ എന്ന് പറഞ്ഞാൽ ആ ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ചില ഭരണ തലവന്മാരുണ്ടാകും. അതായത് അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഓവറോൾ കൈകാര്യം ചെയ്യാനായിട്ട് ചില അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടാകും. അപ്പൊ അവരുടെ ഏരിയ ആണ് എന്ത്, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. ഹോസ്പിറ്റലിലേതായിട്ട് പ്രത്യേകിച്ച് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ നടത്തിപ്പ് കാര്യങ്ങളിൽ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ഇരിക്കുന്ന ഏരിയ ആണ് ഇത് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് റിസസിറ്റേഷൻ ഏരിയയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഏരിയ ആണ്. പരിക്കേറ്റ രോഗികൾക്ക് ഉടനടി ജീവൻ രക്ഷാ പരിചരണം ലഭിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പരിക്കേറ്റ രോഗികൾക്ക് ഉടനടി ജീവൻ രക്ഷാ പരിചരണം ലഭിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഇവിടെ പല ഡിവൈസസ് ഉണ്ട്, അതായത് ഉപകരണങ്ങൾ, പല എക്യുപ്മെന്റുകൾ ഉണ്ടാകും. ഡെഫിബ്രിലേറ്റർ ഉണ്ടാവും, വെന്റിലേറ്റർ ഉണ്ടാവും, അതുപോലെ സർജൻസ് ധാരാളമായിട്ട് ഇവിടെ ഉണ്ടാകും, ക്രിട്ടിക്കൽ കെയർ നേഴ്സുമാരുണ്ടാകും. അങ്ങനെയുള്ള ആളുകളൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഞാൻ ഒന്നും കൂടി ഒരു വിശദമായിട്ട് പറഞ്ഞുതരാം എന്താണ് റിസസിറ്റേഷൻ ഏരിയ എന്ന് പറഞ്ഞാല്. അതായത് ഒരാളെ ബോധം കെട്ട് കൊണ്ടുവരികയാണെന്ന് വിചാരിക്കാം. ഒരാളെ ബോധം കെട്ട് കൊണ്ടുവരുന്നു. ബോധം കെട്ട് അയാളെ കൊണ്ടുവരുമ്പോൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലാണ് അദ്ദേഹത്തെ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. കൊണ്ടുവരുമ്പോൾ തന്നെ അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് റിസസിറ്റേഷൻ ഏരിയയാണ്. റിസസിറ്റേഷൻ ഏരിയയിലാണ് അയാളെ കൊണ്ടുപോകുന്നത്. അവിടെ വെച്ചിട്ടാണ് അയാൾക്ക് എന്താണ് പറ്റിയതെന്ന് ഡയഗ്നോസ് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പൊ ബോധം കെട്ടിട്ടാണ് ഒരാൾ വന്നിട്ടുള്ളതെങ്കിൽ എന്താണെന്ന് ആർക്കും, അയാളുടെ കൂടെ വന്ന ആർക്കും തന്നെ അറിയില്ല അയാൾക്ക് എന്ത് പറ്റിയെന്ന്. വളരെ ഹാപ്പി ആയിട്ട് ഒരു കാര്യത്തിൽ എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം. പെട്ടെന്നാണ് ബോധം കെട്ട് വീഴുന്നത്. അപ്പൊ ബോധം കെട്ട് വരുമ്പോൾ കൂടെയുള്ള ഫാമിലീസിനോ ഫ്രണ്ട്സിനോ ഒന്നും തന്നെ അറിയില്ല എന്താണ് സംഭവം എന്ന് അറിയില്ല. ഇദ്ദേഹത്തെ ഈ ഒരു ഏരിയയിലേക്ക് കൊണ്ടുപോയിട്ട് ഒന്ന് പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം പരിശോധിച്ച് കഴിയുമ്പോൾ ഇവർക്ക് ആദ്യം, അതായത് ഇവിടെ കുറേയധികം ആളുകളുണ്ട്. അതായത് സർജന്മാരുണ്ടാകാം, അതുപോലെ നഴ്സുമാരുണ്ടാവാം, ധാരാളം എക്യുപ്മെന്റുകളൊക്കെ ഈ ഒരു ഏരിയയിൽ ഉണ്ടാകും. ഇവരെന്ത് ചെയ്യുന്നു, ഇവര് ഡയഗ്നോസ് ചെയ്യുന്നു. ഇയാളുടെ രോഗം എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇവര് ധാരാളം കാര്യങ്ങൾ അവിടെ വെച്ച് ചെയ്യുന്നു. അപ്പൊ പെട്ടെന്ന് തന്നെ ഇയാൾ പരിശോധിച്ചതിന് ശേഷം അവരൊന്ന് വിലയിരുത്തുവാണ് ഇയാൾക്ക് സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളാവാം. അപ്പൊ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്, സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളുള്ള ഒരാളെ എങ്ങോട്ട് കൊണ്ടുപോകും, അത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാല് ഉറപ്പിച്ചിട്ടില്ല, കൺഫേം ആയിട്ടില്ല, ലക്ഷണങ്ങൾ ഉറപ്പിച്ചിട്ടേ ഉള്ളൂ, ഇതാകാം എന്ന് ഉറപ്പിക്കുന്നു. നമുക്കതൊന്ന് കൺഫേം ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഏത് ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുപോകും അദ്ദേഹത്തെ? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുപോകും. അവിടെ വെച്ച് MRI എടുത്തതിന് ശേഷമാണ് ന്യൂറോളജിയിലേക്ക് കൊണ്ടുപോവുക കേട്ടോ. അങ്ങനെയാണ്. അതായത് നമ്മളത് പ്രോപ്പർ ആയിട്ട് നമ്മൾ കൺഫേം ചെയ്യണ്ടേ. അയാൾക്ക് ലക്ഷണങ്ങൾ ഉണ്ട്, ഓക്കെ, പക്ഷേ ആ ലക്ഷണങ്ങൾ നമ്മൾക്ക് ഫൈൻഡ് ചെയ്യണം. അത് കൺഫേം ചെയ്യണമെങ്കിൽ MRI എടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് അയാൾക്ക് സ്ട്രോക്ക് ആണെന്ന് ഫൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ലക്ഷണങ്ങൾ വെച്ചിട്ട് നമുക്ക് പല നിർവചനങ്ങളും നടത്താം അല്ലെ, പക്ഷെ അത് ഉറപ്പിക്കണമെങ്കിൽ ഇത് എടുക്കണം. അപ്പോൾ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് റിസസിറ്റേഷൻ ഏരിയയിൽ നിന്നാണ്. ഇനി അതുപോലെ തന്നെ വേറൊരു വ്യക്തി വരികയാണ്. ആ വ്യക്തി ആക്സിഡന്റ് ആയിട്ടാണ് വരുന്നതെന്ന് വിചാരിക്കുക. ആക്സിഡന്റ് ആയിട്ട് വന്നു, റിസസിറ്റേഷൻ ഏരിയയിൽ അദ്ദേഹത്തെ കൊണ്ടുവന്നു. അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ ബ്ലഡും മറ്റുമൊക്കെ റിമൂവ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആളെ പെട്ടെന്ന് തന്നെ വെന്റിലേറ്ററിന്റെ സഹായം കൊടുക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം രക്ഷപ്പെടണമെങ്കിൽ എങ്ങോട്ട് കൊണ്ടുപോയിട്ട് വരും അദ്ദേഹത്തെ? നിങ്ങളൊന്ന് പറഞ്ഞേ. ആക്സിഡന്റ് പറ്റിയ ഒരാളാണ്, തലക്ക് മാരകമായി പരിക്കേറ്റിട്ടുണ്ട്, പക്ഷെ വെന്റിലേറ്റർ കൊടുക്കുന്നുണ്ട്. അതുപോലെ ധാരാളം ഡിഫിബ്രിലേറ്റർ മുതലായിട്ടുള്ള ധാരാളം എക്യുപ്മെന്റുകൾ അവിടെ ഉണ്ട്, അതൊക്കെ ഇദ്ദേഹത്തിന് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തെ ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനാവുക. എങ്ങോട്ടായിരിക്കും കൊണ്ടുപോകുന്നത്?
അദ്ദേഹത്തെ? ആക്സിഡന്റ് പറ്റിയ ഒരാളാണ്. ഉടനെ തന്നെ അദ്ദേഹത്തെ സർജറി ചെയ്യണം. അപ്പൊ എങ്ങോട്ട് കൊണ്ടുപോകണം സർജറി ചെയ്യണമെങ്കില്? എങ്ങോട്ട് കൊണ്ടുപോകണം? സർജറി എവിടെ വെച്ചാ നടക്കുക? സർജറി ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ചിട്ടാണ്. അപ്പൊ ഇത്തരത്തിൽ ഇങ്ങനെ വരുന്ന രോഗികള്, അപ്പൊ ഞാനിപ്പോ 2 ഉദാഹരണം പറഞ്ഞു. ഇനി ഒരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം. ഒരാള് നെഞ്ചുവേദനയായിട്ട് വന്നു, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലാണ് വരുന്നത്. അദ്ദേഹത്തെ ഇതുപോലെ തന്നെ റെസിസിറ്റേഷൻ ഏരിയയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് തീരുമാനിക്കുകയാണ് ഇയാൾക്ക് നെഞ്ചുവേദനയുണ്ട്. അപ്പൊ അവിടെ വെച്ചുകൊണ്ടിരിക്കില്ല. അവിടെ നിന്ന് ആ റെസിസിറ്റേഷൻ ഏരിയയിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് ബേസിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുത്തതിന് ശേഷം അദ്ദേഹത്തെ എങ്ങോട്ട് റെഫർ ചെയ്യും? നെഞ്ചുവേദനയുള്ള ഒരാളാണെങ്കിൽ റേഡിയോളജിയിലോ? ഒരിക്കലും അല്ല, കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റില്. കേട്ടോ? അദ്ദേഹത്തിന് നെഞ്ചുവേദന, അപ്പൊ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് അദ്ദേഹത്തെ റെഫർ ചെയ്യും, അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് പറയും. അപ്പൊ ഇത്തരത്തിൽ ആളുകൾ വന്ന് അദ്ദേഹത്തിന് അവരുടെ രോഗകാരണം കണ്ടെത്തി അവരെ പ്രോപ്പർ ആയിട്ടുള്ള ഏരിയയിലേക്ക് നയിക്കുന്ന ഒരു ഇടമാണെന്ത്? ഈ ഒരു റെസിസിറ്റേഷൻ ഏരിയ എന്ന് പറയുന്നത്. ഞാനിപ്പോ 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക്, അതായത് സ്ട്രോക്കുമായി വന്ന ആള് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകുന്നു. ആക്സിഡന്റ് ആയിട്ട് വന്ന ആളെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ നെഞ്ചുവേദനയായിട്ട് വന്ന ഒരാളെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകുന്നു. ഈ 3 ആളുകളെയും 3 തരത്തിൽ കൊണ്ടുപോകുന്നത് എവിടെ വെച്ചിട്ടാണ്? ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്? അവരെവിടെ വെച്ചിട്ടാണ് തുറപ്പിക്കുന്നത്? ഡിവൈസസും അതുപോലെ തന്നെ ഡോക്ടർമാരുടെ ഒക്കെ സഹായത്തോടു കൂടി എവിടെ വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? ഏത് ഏരിയയിൽ വെച്ചിട്ടാ? അപ്പൊ നമ്മൾ പറഞ്ഞ ഏത് ഏരിയയെ കുറിച്ചിട്ടാണ്? പറ, നിങ്ങൾ കമന്റ് ചെയ്യൂ. റെസിസിറ്റേഷൻ ഏരിയ. അപ്പൊ റെസിസിറ്റേഷൻ ഏരിയയുടെ പ്രാധാന്യം നമുക്ക് അത്രത്തോളം കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഡിവൈസ് അല്ലെങ്കിൽ എക്യുപ്മെന്റുകൾ ഉണ്ടാവും, ഡെഫിബ്രിലേറ്റർ ഉണ്ടാവും, വെന്റിലേറ്റർ ഉണ്ടാവും. അങ്ങനെ ആ രോഗിക്ക് അടിസ്ഥാനമായി കൊടുക്കേണ്ട എല്ലാ സൗകര്യങ്ങളും ഡോക്ടേഴ്സും സർജൻസും ഒക്കെ നഴ്സുമാരൊക്കെ അവിടെ അവൈലബിൾ ആണ്. അവിടെ നിന്നാണ് ഇവിടെ എങ്ങോട്ടാണ് ഈ രോഗികളെ കൊണ്ടുപോകുന്നതെന്ന് തീരുമാനിക്കുന്നത്. ക്ലിയർ ആണോ റെസിസിറ്റേഷൻ ഏരിയ? ഇവിടെ ജസ്റ്റ് റെസിസിറ്റേഷൻ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് പോരാ, കാരണം നിങ്ങൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യേണ്ട ആളുകളാണ്. അപ്പൊ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി പറയാനായിട്ട് സാധിച്ചിരിക്കണം. അതുകൊണ്ടാണ് ഇത്ര എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇതിനടുത്തത് അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ. അതായത് അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രാക്കറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഓഫ് നോൺ ആംബുലന്റ് പേഷ്യൻസ്. ആംബുലൻസിൽ അല്ലാതെ വരുന്ന പേഷ്യൻസിനെ പരിചരിക്കുന്ന ഇടമാണ് എന്ത്? അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ റെസിസിറ്റേഷൻ ഏരിയയെ സംബന്ധിച്ച് ഉടനടി എന്നാൽ കുറഞ്ഞ ക്രിട്ടിക്കൽ കെയർ ആവശ്യമുള്ളവർക്കായി മാറ്റി വെച്ചിരിക്കുന്ന ഏരിയ. അതായത് റെസിസിറ്റേഷൻ ഏരിയയിൽ കൊണ്ടുപോകുന്ന അത്രയും ക്രിട്ടിക്കൽ അല്ലാത്ത പേഷ്യൻസ് ഉണ്ടാവും, കുറച്ചുകൂടി സിവിയറിറ്റി കുറഞ്ഞ പേഷ്യൻസ് ഉണ്ടാവും. അവരെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് ഏത് ഏരിയയിലാണ്? അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് റെസിസിറ്റേഷൻ ഏരിയയിലല്ല. കാരണം അത്രയും അധികം ഇപ്പോ എന്താ പറയാ, ചെറുതായിട്ടുള്ള ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ആയിട്ട് ഒരാൾ വരികയാണെന്ന് വിചാരിക്കുക. അയാളെ നമ്മൾ റെസിസിറ്റേഷൻ ഏരിയയിൽ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അയാളെ എവിടെ കൊണ്ടുപോയാൽ മതി? അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയയിൽ കൊണ്ടുപോയാൽ മതി. അയാൾ ചിലപ്പോൾ നടന്നിട്ടായിരിക്കും വരിക, ആംബുലൻസിന്റെ സഹായം ചിലപ്പോൾ അയാൾക്ക് വേണ്ടി വരുന്നെന്ന് വരില്ല. അതുകൊണ്ടാണ് നോൺ ആംബുലൻസ് പേഷ്യൻസ് എന്ന് പറയുന്നത്. ആംബുലൻസിൽ അല്ലാതെ വരുന്ന ചില രോഗികളുണ്ട്. അവർക്ക് റെസിസിറ്റേഷൻ ഏരിയയിൽ കൊടുക്കുന്ന കെയറിന്റെ കുറച്ച് കെയർ മാത്രം കൊടുത്താൽ മതി. അത്തരത്തിലുള്ള രോഗികളെ കെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയയിലാണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? രണ്ടാമത്തെ പേജ് ഒന്ന് വായിക്കാം കേട്ടോ. കൺസൾട്ടേഷൻ തുടങ്ങി ഡിസ്ചാർജ് വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് 5 മിനിറ്റ് ഒന്ന് റീഡ് ചെയ്യാം. അതിനുശേഷം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം.
റീഡ് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കിയാ നിങ്ങള് അടുത്തത് കൺസൾട്ടേഷൻ ഏരിയ ആണ്. കൺസൾട്ടേഷൻ ഏരിയ എന്ന് പറഞ്ഞാല് ഡോക്ടേഴ്സ് ഒക്കെ കൺസൾട്ട് ചെയ്യുന്ന ഏരിയ ആണ്. അതായത് അവിടെ വരുന്ന രോഗികളെ ആ ഒരു എന്താ പറയാ അവർക്ക് കൺസൾട്ടേഷൻ കൊടുക്കുന്ന ഒരു ഏരിയ ആണ് കൺസൾട്ടേഷൻ ഏരിയ എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് സ്റ്റാഫ് വർക്ക് സ്റ്റേഷൻസ്. അതായത് അവിടെയുള്ള സ്റ്റാഫുകളുടെ വർക്ക് സ്റ്റേഷൻ, അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ ഇരിക്കുന്ന ഒരു ഏരിയ ആണ് എന്ത് സ്റ്റാഫ് വർക്ക് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഒന്ന് റെസിസ്റ്റേഷൻ ഏരിയ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പിന്നെ അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ആംബുലൻസ് ആൻഡ് ആംബുലേറ്ററി എൻട്രൻസും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ദെൻ ഇനി മറ്റ് ചില ഏരിയാസും കൂടി ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ആ ഏരിയാസും കൂടി ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് പ്രൊസീജിയർ റൂം. പ്രൊസീജിയർ റൂം എന്ന് പറഞ്ഞാല് ചെറിയ സർജറീസ് അതുപോലെ ഡയഗ്നോസിസ് ഒക്കെ നടത്തുന്ന ഒരു റൂമാണ് എന്ത് പ്രൊസീജിയർ റൂം എന്ന് പറയുന്നത്. ചെറിയ ചെറിയ സർജറീസ്, സ്മോൾ സർജറീസ് ആൻഡ് ഡയഗ്നോസിസ്, അതായത് രോഗികളുടെ രോഗനിർണയമൊക്കെ നടത്തുന്ന ഒരു ഏരിയയാണ് പ്രൊസീജിയർ റൂം. ഓക്കെ, നെക്സ്റ്റ് വൺ പ്ലാസ്റ്റർ റൂം ആണ്. പ്ലാസ്റ്റർ റൂം എന്ന് പറഞ്ഞാൽ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. എന്താണ് പ്ലാസ്റ്റർ റൂം എന്ന് കമന്റ് ചെയ്തേ. പ്ലാസ്റ്റർ റൂം എന്താണ്? പ്ലാസ്റ്റർ റൂം ഒന്ന് കമന്റ് ചെയ്തേ. പ്ലാസ്റ്റർ റൂം, പ്ലാസ്റ്റർ ഇടുന്നത് അല്ലെ? അതായത് ഫ്രാക്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ അത് തന്നെയാണ് പ്ലാസ്റ്റർ ഇടുന്ന റൂമാണ്. ഫ്രാക്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ മാനേജ് ചെയ്യുന്നതിനായിട്ട് ഒരുക്കിയിട്ടുള്ള റൂമാണ് എന്താ പ്ലാസ്റ്റർ റൂം എന്ന് പറയുന്നത് കേട്ടോ. പ്ലാസ്റ്റർ ഇടുന്നതാണ്, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പ്ലാസ്റ്റർ ഇടുന്ന റൂമാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഫ്രാക്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ മാനേജ് ചെയ്യുന്ന റൂം. ഓക്കെ, പിന്നെ അടുത്തത് ഫാർമസി ആൻഡ് ഡ്രഗ് പ്രിപ്പറേഷൻ. ഫാർമസി ആൻഡ് ഡ്രഗ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാല് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകള് തയ്യാറാക്കുന്ന, റെഡിയാക്കുന്ന റൂമുകള്. നമുക്കറിയാം എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പൊ അഡ്രിനാലിൻ പോലുള്ള മെഡിസിൻസ് എന്നൊക്കെ പറഞ്ഞാൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന മരുന്നുകളാണ് അഡ്രിനാലിൻ. ഓക്കെ, അത്തരത്തിലുള്ള മരുന്നുകൾ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, മാറ്റി വെക്കണം. അതായത് ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ നിന്ന്, മെയിൻ ആയിട്ടുള്ള ഫാർമസിയിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ എന്ത് ചെയ്ത് വെക്കണം, സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോ ഈ ഒരു ഫാർമസി അല്ലെങ്കിൽ ഡ്രഗ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ റെഡിയാക്കി വെക്കുന്ന ഏരിയ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഐസോലേഷൻ റൂംസ് ആണ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഐസോലേഷൻ റൂംസ് ഉണ്ടാവാറുണ്ട്. നമുക്കറിയാം കൊറോണയും നിപ്പയും ഒക്കെ അതിജീവിച്ചു വന്നവരാണ് നമ്മള്. ഇത്തരത്തിലുള്ള രോഗികളെ, അതായത് ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ഡിസീസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള രോഗങ്ങളിലുള്ളവര് അഡ്രിനാലിൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അത് ഇമ്മീഡിയറ്റ് എമർജൻസി മെഡിസിൻ ആണ്. എന്തെങ്കിലും അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് കേട്ടോ.
ഞാനത് ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ, അതൊന്നും എഴുതിയൊന്നും വെക്കണ്ട. ജസ്റ്റ് പറഞ്ഞു പോയപ്പോ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതാണ്. ഓക്കെ, പിന്നെ അതോട്ട് വരാം നമ്മൾക്ക് ഐസോലേഷൻ റൂംസ്. ഐസോലേഷൻ റൂംസ് എന്ന് പറഞ്ഞാല് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഡിസീസസ് പകരാതിരിക്കാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന റൂമുകൾ. ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഡിസീസസ് പകരാതിരിക്കാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന റൂമാണ് ഐസൊലേഷൻ റൂം. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു കൊറോണയും നിപ്പയും ഒക്കെ വന്നവരാണ് അല്ലെ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഹോസ്പിറ്റലിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഐസൊലേഷൻ റൂമുകളായിരിക്കും. കാരണം ഇത്തരത്തിലുള്ള രോഗികളെ, അതായത് പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന അസുഖങ്ങളാണവ, ഇത്തരത്തിലുള്ള രോഗങ്ങൾ ഉള്ളവരെ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഐസോലേറ്റ് ചെയ്ത് വെക്കും. അതായത് സെപ്പറേറ്റ് ആയിട്ട് അവരെ ഒരു പ്രത്യേക റൂമിൽ പാർപ്പിച്ചിരിക്കും. മറ്റാരും കാണാതെ, മറ്റൊരു ഇന്ററാക്ഷൻസും ഇല്ലാതെയാണ് അവരെന്ത് ചെയ്യുക, പാർപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ, ഇങ്ങനെയുള്ള പകർച്ചവ്യാധികളൊക്കെ വരുന്നവരെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കെയർ ചെയ്യുന്നത് ഏത് മേഖലയിലാണ്? ഐസോലേഷൻ റൂംസിലാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? പ്രൊസീജിയർ റൂം പറഞ്ഞു, പ്ലാസ്റ്റർ റൂം പറഞ്ഞു, ഫാർമസി ഡ്രഗ് പ്രിപ്പറേഷൻ, ഐസോലേഷൻ റൂം. ഓക്കെ, തന്നെ അടുത്തത് ഡീകണ്ടാമിനേഷൻ ഏരിയ ആണ്. ഡീകണ്ടാമിനേഷൻ ഏരിയ എന്ന് പറഞ്ഞാല് റിമൂവൽ ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഹസാർഡസ് സബ്സ്റ്റൻസ്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അതിനകത്ത് എനിക്ക് തോന്നുന്നു കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടേം ആണ് ഡീകണ്ടാമിനേഷൻ എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ നമുക്ക് മനസ്സിലാകും. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഡീകണ്ടാമിനേഷൻ ഏരിയ refers to removal and management of hazardous substance. Removal and management of hazardous substance. ഇതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരു ഫാക്ടറിയില് ഒരു സ്ഫോടനം നടന്നെന്ന് വിചാരിക്കുക. ഫാക്ടറിയിലാണ്, അതുകൊണ്ട് തന്നെ ധാരാളം കെമിക്കൽസ് അവിടെ ഉണ്ടാവും. ഒരു കെമിക്കൽ എക്സ്പ്ലോഷൻ ആണ് നടന്നത്. ഒരാളുടെ ബോഡിയില്, റിപ്പീറ്റ് പറയണോ? അതായത് ഒരു ഫാക്ടറിയില് ഒരു സ്ഫോടനം നടന്നു, ഒരു കെമിക്കൽ എക്സ്പ്ലോഷൻ നടന്നു എന്ന് വിചാരിക്കുക. ഈ കെമിക്കൽ എക്സ്പ്ലോഷൻ നേരിട്ടൊരു വ്യക്തിക്ക്, അത് ബാധകമായ, അത് ഏറ്റുവാങ്ങിയ ഒരു വ്യക്തിക്ക് അയാളുടെ ബോഡിയിൽ എന്തായാലും എന്തുണ്ടാകും? എന്താ ഉണ്ടാവും അയാളുടെ ബോഡിയില്? കെമിക്കൽ എക്സ്പ്ലോഷൻ ഏറ്റ ഒരാൾക്ക് എന്തുണ്ടാകും? നിങ്ങളൊന്ന് പറഞ്ഞേ, എന്താ ഉണ്ടാവുക അയാളുടെ ബോഡിയില്? കെമിക്കൽസ് ഉണ്ടാവില്ലേ? അത് പറയണം. ഓക്കെ, കെമിക്കൽസ് ഉണ്ടാവില്ലേ അയാളുടെ ബോഡിയില്? അപ്പൊ അയാളുടെ ബോഡിയിൽ നിന്ന് എന്ത് ചെയ്യണം? കെമിക്കൽസ് റിമൂവ് ചെയ്ത് കളയണം. കെമിക്കൽസ് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മാത്രമാണ് അയാൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള സ്ഫോടനങ്ങളിൽ പെട്ടവര്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എക്സ്പ്ലോഷനിൽ ഇരയായിട്ടുള്ള ആളുകളെയൊക്കെ കൊണ്ടുവരുന്ന ഏരിയയാണിത് ഡീകണ്ടാമിനേഷൻ ഏരിയ എന്ന് പറയുന്നത്. അത്തരത്തില് എക്സ്പ്ലോഷൻ ഒക്കെ നേരിട്ട വ്യക്തികൾക്ക് അവരുടെ ബോഡിയിൽ നിന്ന് കെമിക്കൽസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു റൂമാണെന്ത്? ഡീകണ്ടാമിനേഷൻ ഏരിയ. ഓക്കെ, റിമൂവൽ ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഹസാർഡസ് സബ്സ്റ്റൻസ്. ക്ലിയർ ആണോ ഡീകണ്ടാമിനേഷൻ ഏരിയ? അപ്പൊ ചിലപ്പോൾ ചോദിക്കാം, ഡീകണ്ടാമിനേഷൻ ഏരിയ ഈസ് റിലേറ്റഡ് ടു കെമിക്കൽ എക്സ്പ്ലോഷൻ. കെമിക്കൽ എക്സ്പ്ലോഷനുമായി ബന്ധപ്പെട്ടതാണ് ഡീകണ്ടാമിനേഷൻ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് സ്റ്റോറേജ് ആണ്. സ്റ്റോറേജ് എന്താണ്? സ്റ്റോറേജ് ഈസ് എസെൻഷ്യൽ ഫോർ മെയിൻറ്റെയിനിങ് ക്വിക്ക് ആക്സസ് ടു മെഡിക്കൽ സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ സപ്ലൈസുകളും എക്യുപ്മെന്റുകളും സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു റൂമാണ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടി പറയാട്ടെ, നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്തെടുക്കുക. സ്റ്റോറേജ് ഈസ് എസെൻഷ്യൽ ഫോർ maintaining quick access to medical supplies and equipments. Okay,
അപ്പൊ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ സപ്ലൈസും അതുപോലെ തന്നെ എക്യുപ്മെന്റുകളും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് സ്റ്റോറേജിലാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള റൂമിലാണ്. നെക്സ്റ്റ് വൺ ഈസ് ക്ലീൻ ആൻഡ് ഡർട്ടി യൂട്ടിലിറ്റി. ക്ലീൻ ആൻഡ് ഡർട്ടി യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അതായത് നമ്മള് സ്റ്റെറൈൽ ചെയ്ത് വെച്ചിരിക്കുന്ന ചില ഡിവൈസസ് ഉണ്ട്. അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ട് നമ്മൾ അണുവിമുക്തമാക്കിയിട്ടുള്ള ചില അതായത് ഉപകരണങ്ങളുണ്ട്, എക്യുപ്മെന്റുകളുണ്ട്. അത്തരം ഉപകരണങ്ങൾ അല്ലെങ്കിൽ എക്യുപ്മെന്റുകൾ സൂക്ഷിക്കുന്നത് ക്ലീൻ യൂട്ടിലിറ്റിയിലാണ് അല്ലെങ്കിൽ ക്ലീൻ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്, റൂമിലാണ് അത് സൂക്ഷിക്കുക. ഇനി നമ്മള് രോഗികൾക്ക് ഉപയോഗിച്ച സാധനങ്ങൾ ഉണ്ടാവില്ലേ, അതായത് കോട്ടൺസ് ഉപയോഗിക്കാറുണ്ട് നമ്മള്, അതുപോലെ തന്നെ നൈഫ്, സിസർ, ഇതൊക്കെ ഉപയോഗശൂന്യമായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് കൊണ്ടുവച്ചിരുന്ന ഒരു റൂമിൽ കൊണ്ടുവയ്ക്കും. അപ്പൊ അത്തരത്തിലുള്ള റൂമിനെ നമ്മൾ ഡർട്ടി യൂട്ടിലിറ്റി എന്നാണ് പറയുക. നമ്മുടെ വേസ്റ്റ് വരുന്ന സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് ഡർട്ടി യൂട്ടിലിറ്റിയിലാണ്. മെഡിക്കൽ സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ് ഓക്കെ. അപ്പൊ ഒന്നും കൂടി പറഞ്ഞു തരാം. ക്ലീൻ റൂം എന്ന് പറഞ്ഞാല് നമ്മൾ പുതുതായിട്ട് എടുക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, പുതുതായിട്ട് എടുക്കുന്ന കോട്ടൺ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന നൈഫ്, സിസേഴ്സ്, ഇതൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന റൂമാണ് ക്ലീൻ റൂം എന്ന് പറഞ്ഞാല്. ഡർട്ടി യൂട്ടിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിച്ച സാധനങ്ങൾ, നമുക്ക് വേസ്റ്റേജ് വരുന്ന സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന റൂമാണ് ഡർട്ടി യൂട്ടിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് തരത്തിലുള്ള റൂമാണ് ഉള്ളത്. അടുത്തത് ലിനൻ റൂമാണ്. ലിനൻ റൂം എന്താണ് പ്രത്യേകത? ലിനൻ റൂം എന്ത് സൂക്ഷിച്ചു വെക്കാനാണ് ലിനൻ റൂം ഉപയോഗിക്കുന്നത്? ഒന്ന് കമന്റ് ചെയ്തേ നിങ്ങള്. ലിനൻ റൂം എന്തായിരിക്കും? ലിനൻ റൂമിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും സൂക്ഷിച്ചു വെക്കുന്ന? ക്ലോത്തുകളായിരിക്കും അല്ലെ? അപ്പൊ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഹാൻഡ്ലിംഗ് ഓഫ് ബെഡ്ഷീറ്റുകള്, അതുപോലെ ടവൽസ്, ബെഡ്ഷീറ്റുകള്, ടവൽസ്, ഗൗണ്, അതുപോലെ സ്റ്റാഫുകളുടെ യൂണിഫോം, ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഏത് റൂമിലാണ്? ലിനൻ റൂമിലാണ്. ഒന്നും കൂടി പറയാം. ഹാൻഡ്ലിംഗ് ഓഫ് ബെഡ്ഷീറ്റ്സ്, ടവൽസ്, ഗൗൺസ്, സ്റ്റാഫ് യൂണിഫോം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് ലിനൻ റൂമിലാണ്. അടുത്തതാണ് മൊബൈൽ എക്യുപ്മെന്റ് ബേസ് ലൈക്ക് ട്രോളി, വീൽ ചെയർ എക്സെട്ര. മൊബൈൽ എക്യുപ്മെന്റ് അതായത് നമുക്ക് എന്ത് ചെയ്യാം? വീൽ ചെയർ, അതായത് ഈ ഒരു ചില ട്രോളികൾ ഉണ്ട്. നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റില് മെഡിക്കൽ സപ്ലൈസ് ഒക്കെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ട്രോളീസ് ആണ് ഉപയോഗിക്കുന്നത് അല്ലെ? ആ ട്രോളിയിൽ തള്ളിക്കൊണ്ട് പോയാണ് നമ്മൾ എന്ത് കൊടുക്കുക? ഓരോരോ സ്ഥലത്ത് നമ്മൾ സപ്ലൈ ചെയ്യുക. അതുപോലെ വീൽ ചെയറുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഈ ട്രോളി ബേയും അതുപോലെ തന്നെ വീൽ ചെയർ ഒക്കെ നമ്മള് കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് സ്പേസ് ഉണ്ടായിരിക്കണം. കാരണം കുറെ വീൽ ചെയറും ട്രോളിയും ഒക്കെ ഉണ്ടാകും. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഏരിയയിലായിരിക്കണം ഇട്ടിരിക്കേണ്ടത്. അത്തരത്തിലുള്ള സ്പേസും എവിടെ ഉണ്ടായിരിക്കണം? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്തത് മൊബൈൽ എക്സ്റേ എക്യുപ്മെന്റ് ബേ. മൊബൈൽ എക്സ്റേ എക്യുപ്മെന്റ് ബേ എന്ന് പറഞ്ഞാല്, മൊബൈൽ എക്സ്റേ എന്ന് പറഞ്ഞാൽ എന്താണ്? പോർട്ടബിൾ എക്സ്റേ ആണ്. അതായത് നമുക്ക് രോഗിക്ക് എന്ത് ചെയ്യണ്ട? എക്സ്റേ എടുക്കാനായിട്ട് എക്സ്റേ ഏരിയയിലേക്ക് വരണ്ട, രോഗിയുടെ അടുത്ത് എന്നിട്ട് എന്ത് ചെയ്യും? എക്സ്റേ എടുക്കും. അപ്പൊ അത്തരത്തിലുള്ള സൗകര്യങ്ങളെയാണ് മൊബൈൽ എക്സ്റേ എന്ന് പറയുന്നത്. അത് കൊണ്ടുപോകാനുള്ളൊരു എന്താ പറയാ ബേ ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളും സൂക്ഷിച്ചു വെക്കാനായിട്ട് ഒരു സ്പേസ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ആവശ്യമാണ്. ലാസ്റ്റ് വൺ ക്ലീനേഴ്സ് റൂമാണ് കേട്ടോ. മാനേജിങ് ക്ലീനിങ് മെറ്റീരിയൽസ്, അതായത് ആക്സിഡന്റ് ആൻഡ് എമർജൻസി റൂമിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഉണ്ടല്ലോ, അതൊക്കെ ക്ലീൻ ചെയ്യുന്നത്, ഡിസിൻഫെക്ട് ചെയ്യുന്നത് ക്ലീനേഴ്സ് റൂമിലാണ്. ലാസ്റ്റ് എല്ലാ കാര്യങ്ങളും അണുവിമുക്തമാക്കുന്നത് ക്ലീനേഴ്സ് റൂമിൽ വെച്ചിട്ടാണ്. അപ്പൊ അതിനുള്ളൊരു സ്പേസും എവിടെ ഉണ്ടായിരിക്കണം? ഈ ഒരു ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ.
ടീച്ചർ point- സ്റ്റോറേജ് എന്താണ് സ്റ്റോറേജ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാല് എസെൻഷ്യൽ ഫോർ മെയിൻറ്റെയിനിങ് ക്വിക്ക് ആക്സസ് ടു മെഡിക്കൽ സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റുകൾ അതുപോലെ തന്നെ മെഡിക്കൽ സപ്ലൈസ് ഒക്കെ സൂക്ഷിച്ചു വെക്കുന്ന ഒരിടമാണ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിൽ സ്റ്റോറേജ് കണ്ടിട്ടില്ലേ? ആ മാം ഐസൊലേഷൻ ഏതാണ് ഐസൊലേഷൻ റൂം. ഐസൊലേഷൻ റൂം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക്, അതായത് പകർച്ചവ്യാധികൾ, ഇപ്പൊ നിപ്പ, കൊറോണ പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ, പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന അസുഖങ്ങളാണ് അതൊക്കെ. അങ്ങനെയുള്ള അസുഖങ്ങൾ ഉള്ളവരെ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യും, അവർ ഐസോലേറ്റ് ചെയ്ത് വെക്കും. ഒരു പ്രത്യേകമായിട്ടൊരു റൂമിൽ പാർപ്പിക്കുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോ അത്തരം റൂമുകളെയാണ് ഐസൊലേഷൻ റൂംസ് എന്ന് പറയുന്നത്. റിസസിറ്റേഷൻ ഏരിയ ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? റിസസിറ്റേഷൻ ഏരിയ എന്ന് പറയുന്നത് ആളുകളെ എവിടേക്കാണ് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുന്നത് റിസസിറ്റേഷൻ ഏരിയയിൽ വെച്ചിട്ടാണ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തന്നു. ഒരാള് സ്ട്രോക്ക് ആയിട്ട് വന്നു കഴിഞ്ഞാല് അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ആദ്യം കൊണ്ടുപോകുന്ന ഏരിയ എന്ന് പറയുന്നത് റിസസിറ്റേഷൻ ഏരിയയിലാണ്. റിസസിറ്റേഷൻ ഏരിയയിൽ എക്യുപ്മെന്റുകൾ ഉണ്ടാകും, കൂടാതെ നഴ്സുമാരുണ്ടാകും, ഡോക്ടേഴ്സ് ഉണ്ടാകും. അവരുടെയൊക്കെ അടിയന്തര പരിചരണം ലഭിച്ചതിന് ശേഷം രോഗിയെ യഥാർത്ഥ സ്ഥലത്തോട്ട് കൊണ്ടുപോകുന്നു. അതായത് രോഗിക്ക് എന്താണ് രോഗനിർണയം നടത്തിയതിനു ശേഷം രോഗിയെ യഥാർത്ഥ ഏരിയയിലേക്ക് കൊണ്ടുപോകുന്നത്. ചിലപ്പോൾ ചില പേഷ്യൻസിനെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുപോകാം, ചിലപ്പോൾ ചില പേഷ്യൻസിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാം, ഇനി അതും അല്ലെങ്കിൽ വേറെ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകാം. ഇങ്ങനെയൊക്കെ തീരുമാനിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? റിസസിറ്റേഷൻ ഏരിയയിൽ വെച്ചിട്ടാണ്. ഓക്കെ, ക്ലിയർ ആണോ റിസസിറ്റേഷൻ ഏരിയ? പ്ലാസ്റ്റർ റൂം എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റർ ചെയ്യുന്ന സ്ഥലമാണ്. ഫ്രാക്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പ്ലാസ്റ്റർ ഇടുന്ന സ്ഥലത്തേക്കാണ് പ്ലാസ്റ്റർ റൂം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ മാഡം. ആ ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം കേട്ടോ. ക്ലാസിഫിക്കേഷനും ഹെൽത്ത് കെയർ സിസ്റ്റം ഒന്ന് നോക്കിയിട്ട് വരിക. ലാസ്റ്റ് ഒരു ട്രയേജ് ഞാൻ പറഞ്ഞുതരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ട്രയേജ് വരുന്നുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ട്രയേജിനെ കുറിച്ച് പറഞ്ഞുതരാം. പ്രൊസീജിയർ റൂം എന്ന് പറഞ്ഞാൽ ചെറിയ സർജറീസും ഡയഗ്നോസിസും ഒക്കെ നടത്തുന്നത് പ്രൊസീജിയർ റൂമിൽ വെച്ചിട്ടാണ്. ആളുകളെ കൊണ്ടുവരുമ്പോൾ മൈനർ സർജറീസ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നടത്തുന്നത് പ്രൊസീജിയർ റൂമിൽ വെച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, ഇനി എന്താണ് ഡൗട്ട് ഉള്ളത്? ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ഇല്ല. എല്ലാവരും എന്ത് ചെയ്യാം, പറഞ്ഞ കാര്യങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കുക. എലവേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആളുകളെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നതാണ്. കൊണ്ടുപോകാനായിട്ട് പെട്ടെന്ന് എളുപ്പത്തിന് മുകളിലോട്ടൊക്കെ കൊണ്ടുപോകും. അതായത് മുകളിലത്തെ നിലയിലൊക്കെ നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ എലവേറ്റേഴ്സ് എല്ലാം യൂസ് ചെയ്യാം. അപ്പൊ അത് അടുത്തായിരിക്കണം എന്നാണ് പറയുന്നത്. പെട്ടെന്ന് രോഗിയെ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് രോഗിയെ പൊക്കിക്കൊണ്ടൊന്നും പോകാനൊന്നും പറ്റില്ല അല്ലെ. എലവേറ്റേഴ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ ലിഫ്റ്റ്. ഓക്കെ, അതാണ് ചോദിക്കുന്നത് അല്ലെ. പെർസിസ്റ്റന്റ് സെറവോ സിവിയറോ, ഇടയ്ക്കിടെ ഉണ്ടാകുന്ന നെഞ്ചുവേദന അല്ലെങ്കിൽ വയറുവേദനയാണ് പറയുന്നത് പെർസിസ്റ്റന്റ് എന്ന് കേട്ടോ. ഇടയ്ക്കിടെ തുളഞ്ഞു കയറുന്ന വേദനയൊക്കെ ഉണ്ടാവാറില്ലേ ചിലപ്പോ നമ്മുടെ നെഞ്ചിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ വയറ്റിലൊക്കെ. അപ്പൊ അതൊക്കെ എന്താണ്, കുറച്ച് എന്താണ് പറയാ, ക്രമമില്ലാതെ തുടരുന്ന ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന വേദന, അതാണ് അത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇല്ല? ഓക്കെ, താങ്ക് യു. വൈൻഡ് അപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. Thank you, ma'am. Thank you. Thank you, ma'am. Thank you, ma'am.